പിച്ചു വാപ്പ. എന്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചയച്ചു വാപ്പ. ആ അച്ഛന്റെ ഇടയില് വാപ്പ സ്വയം ജീവിക്കാൻ മറന്നുപോയി. വാപ്പ ഒരു ഹോട്ടലിൽ ചായ പോലും കുടിക്കൂലായിരുന്നു. വാപ്പന്റെ കൂട്ടുകാർ കളിയാക്കുന്നു, എന്റെ വാപ്പ പിശുക്കന, ഒരു ചായ കുടിക്കൂല. വാപ്പനോട് നമ്മൾ പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചായ കുടിക്കാത്തത്? അപ്പൊ വാപ്പ 7 ഉറുപ്പ്യ ചായ കുടിക്കാൻ വിചാരിച്ച് കുടിച്ചില്ല, 7 ഉറുപ്പ്യ ലാഭം. ഇപ്പോ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടടുത്ത് ഞാൻ നടന്നു പോയിട്ട് 30 രൂപ ലാഭിക്കുമ്പോ അതെന്റെ മക്കൾക്കാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ വാപ്പയും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ തിരിച്ചറിവ് മുതൽ ഞാൻ വാപ്പനെ രാജാവിനെ പോലെ വായിക്കണം തീരുമാനിച്ചു. പുതിയ ഞാൻ വീടുണ്ടാക്കിയപ്പോ അതിൽ വാപ്പാക്കായിട്ടൊരു മുറി ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ പിടിച്ചു പോകാനുള്ള ഹാൻഡ് റെയിലുകൾ ഞാൻ വെച്ചു. ഇരുന്ന് കുളിക്കാൻ കുളിമുറിയിൽ ഒരു ബെഞ്ച് ഉണ്ടാക്കി. കക്കൂസിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നല്ല മനോഹരമായ കയറ് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വെച്ചു. ചൂടുവെള്ളം വരാനുള്ളതായിരിക്കുന്ന പാത്രം ഫിറ്റ് ചെയ്തു. ഇതൊക്കെ വാപ്പാനെ കൊണ്ടെങ്ങനെ കാണിക്കും. ഇത് വാപ്പിച്ചെങ്ങ